പ്രചാരകനാകാനുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സംഭവമില്ല. തേങ്കടി ഒരിക്കൽ വീട്ടിൽ വന്ന സമയത്ത്, അപ്പോൾ തേങ്കടി ഞാൻ 2 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ കണ്ടിട്ട് എന്നെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു സംഘത്തിനുള്ളവനാണെന്ന് തേങ്കടി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി, സംഘത്തിനാണെങ്കിൽ സംഘത്തിൻ്റെ ആണ്. പക്ഷെ ഞങ്ങൾ വളരുന്ന സമയത്ത് ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അതുകൊണ്ട് മനസ്സിൽ ഞാൻ സംഘത്തിൻ്റെ ആളാണെന്നൊരു തോന്നൽ തന്നെത്താനുണ്ടായി. വീട്ടുകാർക്കും ഒരു ധാരണ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ സാധാരണ ഒരു ജ്യോതിഷമൊക്കെ നോക്കി കുട്ടികളുടെയൊക്കെ ജാതകമൊക്കെ നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതനുസരിച്ച് ഒരിക്കൽ ജാതകം നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, വീട്ടിൽ നിന്നൊരു പ്രയോജനം ഉണ്ടാവില്ല, യാത്രക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ആളാണെന്ന്. അതും കേട്ടിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ വളരെ കാര്യമായിട്ട് ഭരതേട്ടനും വരുന്നു. ഭരതേട്ടനെ അച്ഛനെ ആദരിക്കുന്നു. ഭരതേട്ടൻ വരുമ്പോൾ ഭരതേട്ടനോട് ആഹാരം തയ്യാറാക്കേണ്ട അമ്മ കൃത്യമായിട്ട് താല്പര്യം കാണിക്കുന്നു. അത് കണ്ടപ്പോൾ ഭരതേട്ടനെ കുറിച്ചൊരു ഇമ്പ്രഷൻ മനസ്സിലുണ്ട്. ഇപ്പോൾ പള്ളിക്കൂടത്തിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, 7ാം ക്ലാസ് പഠിക്കും. നമ്മുടെ ക്ലാസ് ടീച്ചറെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വലുതായാൽ എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ചില ആൾക്കാർ ഡോക്ടർ എഞ്ചിനീയറൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഭരതേട്ടനാകണമെന്നാണ്. അവിടുത്തെ ടീച്ചർക്ക് ഈ ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരൻ, അദ്ദേഹം സ്വയംസേനാണ്. അപ്പോൾ ഈ മാഷ് പോയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഭരതേട്ടനാണെന്ന് പറയുന്നത്. നമ്മുടെ സംഘത്തിൻ്റെ പ്രചാരകനാണ്, അദ്ദേഹം ആകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തരത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നു.